ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 6:30. ഇന്നലത്തെ വെതർ ഫോർകാസ്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ മിസ്റ്റർ സൺ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞു കിളികളുടെ സൂതിങ് ആയ ചിർപ്പിങ്ങും MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതവും കേൾക്കുമ്പോൾ വേഗം ടൈം ട്രാവൽ ചെയ്ത് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ വീട്ടിലേറെ എത്ത് അച്ചാച്ചൻ്റെ ഒപ്പം നല്ല ഫ്രഷ് ഫിൽറ്റർ കോഫിയുടെ മണവും ആസ്വദിച്ച് ക്ഷേത്രത്തിലെ മണിയൊച്ചയും കേട്ട് ഉണർന്നിരിക്കുന്ന ആ കുഞ്ഞു ലക്ഷ്മിക്കുട്ടിയായ ഫീലാണ് കേട്ടോ. എൻ്റെ വീട് ക്ഷേത്രത്തിനടുത്തായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ സുപ്രഭാതം ഒരു പ്രെയർ എന്നതിനെക്കാട്ടിലും ഒരു അലാം ക്ലോക്ക് ആണ് എന്ന് തന്നെ പറയാം. അന്നൊക്കെ ഇന്നത്തെ കൂട്ടല്ല, സമയത്തിന് കുറച്ചുകൂടെ വേഗത കുറവായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നത് കൊണ്ടായിരിക്കും. എന്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് എന്റെ ജോലികളിൽ മുഴുകുന്ന സമയത്ത് ഇങ്ങനെ ഈ സുപ്രഭാതം കേൾക്കുമ്പോൾ അറിയാതെ ഞാൻ തിരികെ എന്റെ വീട്ടിലെത്തിയ ഒരു ഫീലാണ് കേട്ടോ. മറ്റൊരു ടൈം ഓഫ് ദ ഡേയിലും കിട്ടാത്ത ഒരു ഫീൽ. അതുകൊണ്ടായിരിക്കണം ഞാൻ ഈ പ്രഭാതങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഇങ്ങനെ കിളികളെ കുറിച്ച് ശബ്ദങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഓർത്തത്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ഡെക്കിന്റെ കീഴിൽ നടന്ന ഒരു അധിനിവേശത്തെ കുറിച്ച്. ഒരു കുഞ്ഞു കിളിക്കൂട്, ഒരു 4 അംഗ കുടുംബമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഇപ്പൊ ഇവിടുത്തെ പ്രാഥമിക നിഗമനം. ഇവിടുത്തെ കുടുംബം കൂടുതൽ അന്വേഷണവുമായി പുരോഗമിക്കുന്നു. മറ്റു വിശേഷങ്ങളുമായി തൽക്കാലം ആരും ലൈവിൽ ചേരുന്നില്ല. കീപ്പിംഗ് ജോക്സ് അപ്പാർട്ട്, ഇനിയാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. ഇന്നത്തെ നമ്മുടെ ഷോയിലെ താരമാണ് മിലാൻ. ഈ അടുത്തായിട്ട് ഞാൻ ഈ ക്യാമറയും പൊക്കി വ്ളോഗിംഗ് എന്ന് പറഞ്ഞ് തേരാപ്പാര വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു. ഇന്നലെ ക്യാമറ എടുത്തു തന്നിട്ട് ആൾ എന്നോട് ചോദിക്കുമായിരുന്നു, "മോമി, ക്യാൻ ഐ വ്ളോഗ് ടു? ഐ വാണ്ട് ടു ഷോ ഹൗ ഐ ഗെറ്റ് റെഡി ടു സ്കൂൾ" എന്ന്. അന്നേരം ഞാനും ചിന്തിച്ചു, വൈ നോട്ട്. കാരണം നമ്മൾ കുറേയേറെ വർഷം കഴിഞ്ഞ് ഇതൊക്കെ പിന്നെയും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മുടെ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നാളെ ജീവിതം ചിലപ്പോൾ അതിന്റെ കൈപ്പേറിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇങ്ങനെ കുറച്ച് മധുരമുള്ള ഓർമ്മകളിലേക്ക് നമുക്ക് തിരികെ പോകാൻ കഴിഞ്ഞാലും അതൊന്നുകൂടെ ആ മധുരമുള്ള ഓർമ്മകളൊക്കെ ഒന്നുകൂടെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ആ ചവർപ്പ് സഹിക്കാനുള്ള ഉൾക്കരുത്ത് തനിയെ വരുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നൗ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഇങ്ങനെ മിലാനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ എങ്കിലും ഞാൻ സ്കൂളിൽ പോയിരുന്ന കാലം ഓർമ്മ വരും. എന്റെ വീട്ടുകാർക്ക് ഉറക്കമില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അവരെല്ലാവരും അതിരാവിലെ 4 മണി ആകുമ്പോഴേക്കും ഉണരും. അടുത്ത വീട്ടിലെ കോഴിയുടെ അലാം എന്റെ വീട്ടുകാരായിരുന്നോ എന്ന് പോലും ഞാൻ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. നാട്ടിലായിരുന്നപ്പോ ഇങ്ങനെ 4 മണിക്ക് അവർക്കൊപ്പം എഴുന്നേൽക്കുന്നത് എന്റെ ഒരു ശീലമായിരുന്നു. ഇങ്ങനെ ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ഒച്ച എഴയുന്ന പോലെ എഴഞ്ഞാലും എന്റെ സ്കൂളിൽ ആരെക്കാട്ടിലും മുന്നേ എത്തുന്ന ഏക വിദ്യാർത്ഥി ഞാനായിരുന്നു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ഐ ഹാഡ് all the luxury of time to move in my own pace in my morning routine. Years later, ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തനിയെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ I started realizing that was a precious gift. And now അതാണ് ഞാനും മിലാന് കൊടുക്കാൻ ശ്രമിക്കുന്നത്. The freedom to move at his own pace, especially in the morning. എന്റെ ലൈഫിലെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കൂട്ട് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് ഓഫ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചെക്ക് ലിസ്റ്റ് അല്ല. ഇറ്റ്സ് മോർ കൈൻഡ് ഓഫ് ആൻ അൺസ്ക്രിപ്റ്റഡ് റിയാലിറ്റി ഷോ വിത്ത് ഡെയിലി പ്ലോട്ട് ട്വിസ്റ്റ്, കോസ്റ്റ്യൂം ചേഞ്ചസ് ആൻഡ് ഇമോഷണൽ നെഗോഷിയേഷൻസ്. ചില ദിവസങ്ങളിൽ നമ്മൾ വിൻ ചെയ്യും, ചില ദിവസം നമ്മൾ മിയർലി സർവൈവ് ചെയ്യും. ബട്ട് എവറി ഡേ വി ഹാവ് ടു കീപ് ഓൺ ട്രൈ. ജസ്റ്റ് ലൈക്ക് ദീസ് കിഡ്സ്. ഇവരെ കണ്ടില്ലേ, ഇവർക്ക് ഒരു ഈഗോയും ഇല്ല, ഒന്നുമില്ല. ദേ കീപ് ഓൺ ട്രൈങ്, ദേ കീപ് ട്രൈങ് അണ്ടിൽ ദേ ലേൺ. അവർക്കിപ്പോൾ ഒരു കാര്യം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതൗട്ട് എനി ഈഗോ ദേ ട്രൈ ടു ലേൺ ഇറ്റ്. നമ്മളും ആ ഒരു മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും. ഇങ്ങനെ 1, 2 ഒക്കെ പറഞ്ഞ് നമ്മൾ ദേ മിലാന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റാപ്പപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഇനി കൺക്ലൂഷനിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഐ വോണ്ട് യു ടു ട്രൈ സംതിങ്. നാളെ നിങ്ങൾ എപ്പോൾ എഴുന്നേക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഒരു 10-15 മിനിറ്റ് മുന്നേ എഴുന്നേക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടില് മറ്റാരും ഉണരുന്നതിനെക്കാട്ടിലും മുന്നേ. വെൻ ദ ഹോൾ ഹൗസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ സെൽഫ്. ഫോൺ ചെക്ക് ചെയ്യരുത്, ടെൻഡൻസി ഉണ്ടാവും. ബട്ട് നോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുക. അവിടെ പോയി ഒരു 5 മിനിറ്റ് ഒരു ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട് ആൻഡ് അലൈൻ യുവർ ബ്രീത്ത് വിത്ത് യുവർ ഹാർട്ട്. സ്ലോലി യു വിൽ ഫീൽ that your energy is also syncing with your heart. That point you are fully recharged for your new day. Appo try it out and see. I am 100% sure it's going to make a difference in your life, because നമ്മൾ റീചാർജ്ഡ് ആയില്ലെങ്കിൽ നമ്മുടെ കപ്പ് എംപ്റ്റി ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മറ്റാർക്കും ഒന്നും കൊടുക്കാൻ പറ്റും. സോ ഫ്യൂൽ അപ്പ് ആൻഡ് ലീവ് ദ ഡേ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. See you all in my next. ഇനി സന്ധിക്കും വരയ്ക്കും വണക്കം, ബൈ ബൈ.